കേരള കോൺഗ്രസിലെ നേതാക്കൾ പി.ജെ. ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസിലേക്ക് നേതാക്കളെ ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ഇനി അങ്ങോട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് നേതാക്കൾ പ്രതികരിച്ചു. കേരള കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ്, കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ.സി. ചെറിയാൻ എന്നിവർ ഉൾപ്പെടെ ജില്ലയിലെ പ്രമുഖ നേതാക്കൾ പി.ജെ. ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസിൽ ചേർന്നു. പാർട്ടിയിലേക്ക് വന്ന നേതാക്കളെ ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫിൻ്റെ നേതൃത്വത്തിൽ ബഹുഭൂരിപക്ഷം ജില്ലാ ഭാരവാഹികളും നിയോജക പ്രസിഡന്റുമാരും കേരള കോൺഗ്രസ് ജോസഫിലേക്ക് വന്നിരിക്കുകയും പ്രിയപ്പെട്ട ടോമി ജോസഫ് ദീർഘകാലം എറണാകുളം ജില്ലയുടെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു. കേരള കോൺഗ്രസിൻ്റെ ആദർശങ്ങളും കർഷകർക്ക് വേണ്ടി നടത്തുന്ന വലിയ പോരാട്ടങ്ങളും അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന വലിയ നേതൃത്വവുമാണ് പി.ജെ. ജോസഫ് സാർ നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസിലേക്ക് കടന്നു വരുവാൻ അവർക്ക് സാധ്യമായത്. അദ്ദേഹത്തോടൊപ്പം ഓഫീസിൻ്റെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട ടി.എ. ഡേവിസ്, കേരള കോൺഗ്രസിൻ്റെ മുൻ കൗൺസിലറും അതോടൊപ്പം തന്നെ നിയോജക പ്രസിഡന്റുമായ എൻ.സി. ചെറിയാൻ, പ്രിയപ്പെട്ട എ.ടി. ജോസഫ് ഏട്ടൻ മണ്ഡലം പ്രസിഡന്റ്, അതോടൊപ്പം യൂത്ത് ഫ്രണ്ടിൻ്റെ നിയോജക പ്രസിഡന്റ് സെക്രട്ടറി ഗണേഷ് അടക്കമുള്ളവരാണ് ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ജില്ലയിലെ ഭൂരിപക്ഷം മണ്ഡലം പ്രസിഡന്റുമാരും നിയോജക മണ്ഡലം ജില്ലാ നേതാക്കളും പാർട്ടിയിലേക്ക് വരും എന്ന് ഷിബു തെക്കുംപുറം പറഞ്ഞു. ജില്ലയിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് കേരള കോൺഗ്രസ് എം പാർട്ടിയിൽ നിന്നും രാജിവെച്ച ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫും നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ.സി. ചെറിയാനും വ്യക്തമാക്കി. കേരള കോൺഗ്രസ് എമ്മിൻ്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ഇന്നലെ ഞാൻ രാജിവെച്ചിരിക്കുന്നത്. ഇന്ന് കോതമംഗലത്ത് ഷിബു തെക്കുംപുറം ജോസഫ് വിഭാഗം കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളെ കോതമംഗലത്ത് ഞങ്ങൾക്ക് സ്വീകരണം നൽകിയിരിക്കുകയാണ്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജില്ലാ നേതൃത്വം ഒന്നാകെ ജോസഫ് വിഭാഗത്തിലേക്ക് വരുവാനായിട്ട് തീരുമാനമെടുത്തു കഴിഞ്ഞു. അതിൻ്റെ ആദ്യപടി എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് കോതമംഗലം നിയോജകമണ്ഡലം പ്രസിഡന്റ് എൻ.സി. ചെറിയാൻ്റെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റുമാരുൾപ്പെടെ പോഷക സംഘടനയുടെ പ്രസിഡന്റുമാരുൾപ്പെടെ ജോസഫ് വിഭാഗത്തിലേക്ക് ചേർന്ന് പ്രവർത്തിക്കാനും ഷിബു തെക്കുംപുറം മത്സരിക്കുന്ന കോതമംഗലത്ത് എല്ലാവിധ പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച് ഷിബു ജയിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കും. ഷിബു ജയിക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ്. 10 കൊല്ലം എം.എൽ.എ. ആയിരുന്ന ആൻ്റണി ജോണിൻ്റെ പ്രവർത്തനങ്ങൾ, അതിനു മുമ്പ് എം.എൽ.എ. ആയിരുന്ന ടി.ഇ. കുർളാൻ ചേട്ടൻ്റെ പ്രവർത്തനങ്ങളും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ 10 വർഷം കോതമംഗലത്തിന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ഇടതുമുന്നണി ഭരണം ജനങ്ങൾ വെറുത്തു തുടങ്ങിയ സാഹചര്യത്തിൽ പ്രവർത്തകരുടെയും നേതാക്കളുടെയും താൽപ്പര്യം മുൻനിർത്തിയാണ് ഈ തീരുമാനമെന്നും അവർ കൂട്ടിച്ചേർത്തു. ജില്ലയിൽ കേരള കോൺഗ്രസ് എമ്മിനുള്ള നിയമസഭാ സീറ്റിൽ പോലും CPM സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. കോതമംഗലത്ത് കഴിഞ്ഞ 10 വർഷം വികസനങ്ങളില്ലാത്ത നാളുകളായിരുന്നു. അതിന് മാറ്റം വരണമെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ MLA വിജയിച്ചു വരേണ്ടത് ആവശ്യമാണെന്ന നിലപാടിലാണ് നേതാക്കൾ. സീറ്റിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നുമല്ല. കാരണം കേരള കോൺഗ്രസ്സിന് എമ്മിന് 2 സീറ്റ് എറണാകുളം ജില്ലയിലുണ്ട്. സമീപ ജില്ലയിൽ തൃശ്ശൂരും ഉണ്ട് ഒരു സീറ്റ്. അങ്ങനെ 3 സീറ്റുണ്ട്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാക്കന്മാരെ ആ സീറ്റുകളിലൊന്നും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതൊരു കാരണമാണ്. രണ്ടാമത്തെ കാരണം, കേരള കോൺഗ്രസ് എം LDFിൽ നിൽക്കുന്ന സമയത്ത് ആദ്യത്തെ LDFിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ 52 സീറ്റിലാണ് മത്സരിച്ചത്.
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു 14 സീറ്റിൽ ജയിച്ചു. ഇത്തവണ ഞങ്ങൾ 78 സീറ്റിൽ മത്സരിച്ചു. ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റിയത് 10 സീറ്റിലാണ്. അപ്പം ജനവികാരം എന്തോരം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെയല്ല, ഞങ്ങളുടെ സീറ്റുകളിൽ, ഞങ്ങൾക്ക് കിട്ടുന്ന സീറ്റുകളിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് CPM ആണ് എങ്കിൽ പിന്നെ ഞങ്ങളവിടെ CPM പ്രവർത്തിച്ചാൽ പോരെ. അപ്പം ധാർമ്മിക രോഷം കൃത്യമായി കേരള കോൺഗ്രസ് എമ്മിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ജില്ലയിലുണ്ട്. അതിന് ആക്കം കൂട്ടുന്ന നടപടിയായി പോയി ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്, അല്ലാണ്ട് ജില്ലാ പ്രസിഡന്റ് സീറ്റില്ലാത്തതല്ല വിഷയം. ജില്ലാ പ്രസിഡന്റ് സീറ്റിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും തർക്കവുമില്ല. ആർക്കെങ്കിലും സീറ്റ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്നവർ, അധ്വാനിക്കുന്നവർ, വെള്ളം കോരിയവർ എന്തിനു പറയുന്നു? കഴിഞ്ഞ തവണ ഇവിടെ മത്സരിച്ച മൂവാറ്റുപുഴ കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ മത്സരിച്ച NC ചെറിയാൻ LDFിൻ്റെ 85ഓളം 90ഓളം പേര് വോട്ടുണ്ട് അല്ലേ? എത്ര? 75. ആ വോട്ട് അവിടെ പോയി. അപ്പം നിർത്തി തോപ്പിക്കുക. കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ട് വേണം. എന്നാൽ കേരള കോൺഗ്രസ് എമ്മിനെ അംഗീകരിക്കുകയില്ല. അങ്ങനെയുള്ളവരടുത്ത് എങ്ങനെ യോജിച്ച് പോകാൻ പറ്റും? ഇതിനു മുമ്പ് ആൻറ്റിയോൺ ജയിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കേരള കോൺഗ്രസ് എമ്മിൻ്റെ അണിയറ പ്രവർത്തകരുടെയും അണികളുടെയും അവരുടെ വോട്ട് കൊണ്ട് തന്നെയാണ് ആൻറ്റിയോൺ കഴിഞ്ഞോളം ജയിച്ചത്. അപ്പം അതിനൊരു കൃത്യമായ നടപടിക്രമം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും, ഈ മലയങ്കീഴ് കപ്പേളയോട് ചേർന്ന് ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട്. ആ കംഫർട്ട് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ പള്ളി കൃത്യമായിട്ട് അരമന വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് LDF ആയിട്ട് അത് നടത്താൻ വേണ്ടി നടപടി സ്വീകരിച്ചവരാണ് ഇവർ. അന്ന് ഞാൻ ജില്ലാ പ്രസിഡൻറ്റും ആയിരിക്കെ ഞാനും നിയോജകമണ്ഡല പ്രസിഡൻറ്റും കൂടി മറ്റും ആൾക്കാരെല്ലാം കൂടി കുത്തിയാണ് വിഷയം സംസ്ഥാനത്ത് വിഷയമാവും എന്ന് കണ്ടുകൊണ്ടാണ് ആ പണി അവിടെ നിർത്താൻ പറ്റിയത്. അതുപോലെ പല വിഷയങ്ങളുണ്ട്. ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം, നിയോജക മണ്ഡലം പ്രസിഡന്റ് AT പൗലോസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോമി തെക്കേക്കര, റോയിസ് കറിയ, ബാബു പോൾ, ജില്ലാ ഓഫീസ് ചാർജ് സെക്രട്ടറി ഡേവിസ്, മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് AT ജോസഫ്, ഗണേഷ്, ജനീഷ് K ജോർജ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.